അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. വലിയൊരു പട്ടണമായ ശമരിയിലെ ക്ഷാമം മാറ്റാൻ ദൈവം തൻ്റെ കരങ്ങൾ ഉപയോഗിച്ചത് ആ ശമരിയയിലെ രാജാവിനെയല്ല, രാജാവിൻ്റെ ഭൃത്യന്മാരെയല്ല, അവിടെയുള്ളതായ ശ്രേഷ്ഠരെയോ സമ്പന്മാരെയോ അല്ല, അവിടെയുള്ള പ്രഭുക്കന്മാരെയല്ല. ഇനി ആരെയാണ് ഉപയോഗിച്ചത്? 4 കുഷ്ഠരോഗികൾ. എന്ത്? കുഷ്ഠരോഗികളെ കൊണ്ട് ഒരു ദേശത്തിൻ്റെ ക്ഷാമം പോക്കുമെന്നോ? അതെ പ്രിയരെ, നിത്യനായ ദൈവത്തിന് അസാധ്യമായത് എന്തുണ്ട്? കർത്താവിന് സ്തോത്രം. കുഷ്ഠരോഗികളെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അവരകന്നു നിൽക്കേണ്ടവരാണ്. സമൂഹത്തിലേക്ക് വരാൻ അവർക്ക് അനുവാദമില്ല. അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞ് ആളുകൾ വരുമ്പോൾ ഓടി അകലേണ്ടവരാണ് അവർ. എന്നാൽ അവരെ കൊണ്ടാണ് ദൈവം ആ ദേശത്തിൻ്റെ ക്ഷാമം മാറ്റിയത്. പലപ്പോഴും അങ്ങനെയാണ്. ദൈവം തൻ്റെ കരങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കും. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കിയോ, അല്ലെങ്കിൽ നിങ്ങളുടേതായ പാരമ്പര്യം നോക്കിയോ, നിങ്ങളുടെ കഴിവ് നോക്കിയോ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് അവൈലബിൾ ആണോ? ദൈവം നോക്കുന്നതാണ്. ദൈവസന്നിധിയിൽ എളിമപ്പെടുന്നുണ്ടോ? ഒന്ന്, ദൈവത്തിന് അവൈലബിൾ ആണ്. നാം പറയണം, ഐ വിൽ ബി എവർ അവൈലബിൾ ടു മൈ ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തിന് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അത് കർത്താവിന് ഉറപ്പ് കൊടുത്തോളും. ഏത് കാര്യത്തിലും. ഞാൻ പറയുന്നത് വലിയ ശുശ്രൂഷയിലാകണമെന്നല്ല, ആയിക്കൊള്ളൂ. എന്തിനും, ഒരു കൊച്ചു കാര്യത്തിനും, ഒന്ന് തറ തുടയ്ക്കാനും, ആൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ, ഒരല്പം ഭക്ഷണം ഉണ്ടാക്കാൻ, ഒന്ന് പ്ലേറ്റ് കഴുകാൻ, ഏത് കാര്യത്തിൽ ദൈവം ചെറുതോ വലുതോ ആയ ഏത് കാര്യത്തിന് എന്നെ അന്വേഷിച്ചാൽ ഐ വിൽ ബി എവർ അവൈലബിൾ ടു മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇത് നിങ്ങളുടെ സമർപ്പണമാണെങ്കിൽ നോക്കിക്കൊള്ളൂ, ദൈവം നിങ്ങളെ ഉയർത്തും. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. കർത്താവിന് സ്തോത്രം. എപ്പോഴും ഒരുങ്ങി നിൽക്കണം. ദൈവം വേല ചെയ്യാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ, കർത്താവ് ഒരാളോടൊന്ന് സംസാരിക്കാൻ, ഇല്ലേ? കർത്താവിന് ഒരാളോടൊന്ന് സംസാരിക്കണം. നമ്മളെ ഒന്ന് അയക്കാൻ ആഗ്രഹിക്കുന്നു. അന്നേരം നമ്മൾ ഒഴിവ് പറയുക, എന്തെങ്കിലും കൊച്ചു കൊച്ചു ന്യായങ്ങൾ പറയുക, മുടന്തൻ ന്യായങ്ങൾ പറയുക. ഒരു ശുശ്രൂഷ പരമേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അന്നേരം ഞാൻ ഒരുങ്ങിയിട്ടില്ല, നേരത്തെ പറയണമായിരുന്നു, നേരത്തെ പറയാത്തതുകൊണ്ട് ഞാൻ ഒരുങ്ങിയിട്ടില്ല. ഇതൊക്കെ മോനെ എക്സ്ക്യൂസുകളാണ്, സമർപ്പണക്കുറവാണത്. നിനക്ക് ദൈവത്തോട് നന്ദിയും സ്നേഹവും കടപ്പാടും ദൈവവേല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ നീ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. ഞാൻ ഒരുങ്ങി ഇന്ന സമയത്തിരിക്കും, അന്നേരം ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുന്നത് ശടിക്കാൻ നമുക്ക് അവകാശമില്ല. അറിയില്ലേ, നാം എപ്പോഴും ഒരുങ്ങി. കാരണം ദൈവത്തിൻ്റെ പദ്ധതി, ഒരു പ്രവാചകൻ നടന്നു പോകുമ്പോഴായിരിക്കും ഒരാളോട് സംസാരിക്കേണ്ടത്. ഒരു ദൈവദാസൻ ഏതെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യുമ്പോഴായിരിക്കും മറ്റൊരു കാര്യത്തിന് വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ആയിരക്കണക്കിന് ദൈവിക പദ്ധതികൾ എങ്ങനെ നിൽക്കുന്നു. ആ ദൈവിക പദ്ധതി തക്ക സമയത്ത് ഈ ഭൂമിയിൽ നിറവേറ്റിയെടുക്കുവാൻ ദൈവത്തിന് അവൈലബിളായിട്ട് ആളുകളെ വേണം. നിങ്ങൾക്ക് ഈ ആദ്യ സമയം തന്നെ ഒന്ന് പറയാമോ? ഞാൻ ദൈവമേ അവിടുത്തെ സന്നിധിയിൽ എളിമയോടെ നിൽക്കും,
അവിടുത്തെ സന്നിധിയിൽ എൻ്റെ തല ഉയരാതെ ഞാൻ ദൈവസന്നിധിയിൽ താണിരിക്കും. 2, ഞാൻ അവൈലബിൾ ആയിരിക്കും. ഐ വിൽ ബി എവർ അവൈലബിൾ ടു മൈ ലോർഡ് ജീസസ്. എൻ്റെ യേശു ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. എൻ്റെ സൗകര്യത്തിനല്ല, എൻ്റെ ഇഷ്ടത്തിനല്ല, എപ്പോഴും. കർത്താവിന് സ്തോത്രം. ഇവിടെ കുഷ്ഠരോഗികളായ 4 പേര് പറഞ്ഞു. അങ്ങനെ എന്താ ചെയ്തത്? 5-ാം വാക്യം, അങ്ങനെ അവർ അരാംപാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു. അപ്പോൾ അവർക്ക് പേടിയില്ലേ? പേടിയില്ല. കാരണം അവർക്കറിയാം എന്തായാലും മരണമല്ലേ ഉള്ളൂ. നിങ്ങൾ ഒന്നിനെയും പേടിക്കരുത്. ദൈവവേല ചെയ്യാൻ പേടിക്കരുത്. ദൈവവേല ചെയ്യാൻ ഭയമില്ലാത്തതുകൊണ്ടല്ലേ നോർത്ത് ഇന്ത്യയിലും മറ്റനേകം എതിർപ്പുകളുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ പോയി ശക്തമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അവർക്ക് മരണത്തെ പേടിയില്ല. ഈ കുഷ്ഠരോഗികൾ പറഞ്ഞതുപോലെ എന്തായാലും ഒരിക്കൽ മരിക്കും, എന്നാൽ യേശുവിന് വേണ്ടി മരിക്കാം. അവരുടെ ധൈര്യം, ഞാൻ അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ത്യാഗം സഹിച്ച്, കഷ്ടത സഹിച്ച്, പീഡനം സഹിച്ച് എൻ്റെ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന കർത്താവിൻ്റെ മക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകളെയും കുടുംബത്തെയും കർത്താവ് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു നന്മയ്ക്ക് കുറവില്ലാതെ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് രാജ്യങ്ങളിലെങ്കിലും പീഡ അനുഭവിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമം നാവിലെടുത്ത് യേശുവിനെ ഉയർത്തുകയും യേശുവിൻ്റെ മഹത്വമുള്ള വേലയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ എന്തുകൊണ്ടാണ് പീസ് മൗണ്ടിലുള്ളവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? ഞങ്ങൾക്ക് സഭാഭേദമില്ല, ഞങ്ങൾക്ക് കക്ഷി വ്യത്യാസമില്ല. ഞങ്ങൾക്ക് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള ചിന്തയേ ഉള്ളൂ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെല്ലാം ക്രിസ്തു യേശുവിൽ ഒന്ന്. അവർ 2 അല്ല, ഒന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ അവരൊന്നാണ്. കാരണം അവരുടെ നാഥൻ ഒന്നാണ്, അവരുടെ ഉടയവൻ ഒന്നാണ്, അവരെ വീണ്ടെടുത്തവൻ ഒരാളാണ്. അവരെ വീണ്ടെടുക്കാൻ ഉപയോഗിച്ചത് ഒരു രക്തമാണ്. അവരെല്ലാം പോകേണ്ടത് നിത്യത, അത് ഒരു നിത്യതയാണ്. പിന്നെ എന്തിനീ വിഭാഗീയ ചിന്തകൾ, എന്തിനീ വലിപ്പച്ചെറുപ്പങ്ങൾ, എന്തിനീ അതിർവരമ്പുകൾ? എൻ്റെ പ്രിയരെ, അതെല്ലാം പിശാച് കെട്ടിപ്പൊക്കുന്നതല്ലേ അതിർവരമ്പ്, മനുഷ്യരല്ല. മനുഷ്യരിലൂടെ പിശാച് കെട്ടിപ്പൊക്കുന്നതാണ് അതിർവരമ്പുകൾ. ഇങ്ങനെ അതിർവരമ്പാണ്. പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് അതിർവരമ്പുകളില്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണോ? അവരെ ഞങ്ങൾ ബഹുമാനിക്കും, അവരെ ഞങ്ങൾ സ്നേഹിക്കും, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പോകട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ഈ 4 കുഷ്ഠരോഗികൾ അവർ ഇറങ്ങിപ്പുറപ്പെട്ടു. അവർ സമർപ്പണമെടുത്തു, അവർ ഇറങ്ങിപ്പുറപ്പെട്ടു. അങ്ങനെ അവർ അരാംപാളയത്തിൽ പോകാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു. സന്ധ്യയെന്നോ പകലെന്നോ അവർക്ക് പേടിയില്ല. എന്താ അവർ സന്ധ്യാസമയത്ത് പോകാൻ തീരുമാനിച്ചത്? ഈ കുഷ്ഠരോഗികളായതുകൊണ്ട് മറ്റാരും കണ്ടാൽ അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞ് ഓടണം. എന്നാൽ ആരും കാണണ്ട, കാണാതെ അങ്ങ് പോയി കളയാം. അവര് അരാംപാളയത്തിൻ്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല. അവർക്ക് അമ്പരപ്പ്. അരാം സൈന്യം ശമരിക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. മോനെ, നീ ഭയപ്പെട്ടത്, അയ്യോ ഞാൻ ഇന്നത് ചെയ്താൽ ഇന്നത് വരുമെന്നോർത്ത് നീ ഭയപ്പെട്ടത്, നീ അവിടെ ചെല്ലുമ്പോൾ കാണുകയില്ല. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ചില ഭയപ്പാടുകളില്ലേ? നാളെ എന്താകും, നാളെ എന്താവും ഇന്ന് ചിന്തിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാളെ ചെല്ലുമ്പോൾ ആ ഭയപ്പാട് കാണുകയില്ല. അതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അവർ അരാംപാളയത്തിൽ ചെന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല. എന്താ സംഭവിച്ചത്? 6-ാം വാക്യം, കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചത് കൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടുന്ന ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രൈം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നാ സംഭവിച്ചെന്നറിയാമോ? ഈ അരാം രാജാവും ഇസ്രായേൽ സൈന്യമൊന്നും യുദ്ധത്തിന് പോയില്ല. പക്ഷെ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. സ്തോത്രം, സ്തോത്രം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരു ദൈവമുണ്ട്. നിങ്ങൾ യുദ്ധമൊന്നും ചെയ്യാൻ പോകണ്ട. പറയില്ലേ, നിങ്ങൾ എതിർക്കാനൊന്നും പോകണ്ട, നിങ്ങൾ തല്ലാനും പോകണ്ട. നിങ്ങൾ വാസ്തവമായി വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരമെടുക്കും. ഹല്ലേലൂയ. ഒരു നായ് പോലും നിന്റെ മുമ്പിൽ നിന്ന് ഒച്ചയെടുക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം തടുക്കത്തുള്ളൂ. ആവശ്യമെങ്കിൽ, ദൈവത്തിന് ആവശ്യമെങ്കിൽ. കർത്താവിന് സ്തോത്രം. അങ്ങനെ ദൈവം എന്താ ചെയ്തത്? കർത്താവ് അരാമ്യ സൈന്യത്തെ, രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിനെയും ആരവം കേൾപ്പിച്ചു. ആരവം കേട്ടാൽ ശത്രു സൈന്യം പോകും. ആരാധനയുടെ ആരവം,
ദൈവവചനത്തിൻ്റെ ആരവം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ചില ശത്രുവിൻ്റെ വ്യാപാരങ്ങൾ പോകാൻ നാം ദൈവത്തെ ആരാധിക്കണം. ചിലപ്പോൾ കർത്താവിനെ ഉറക്കെ സ്തുതിക്കണം. ശബ്ദത്തിലൂടെയും ദൈവം പ്രവർത്തിക്കും. ചിലർ ചോദിക്കും, എന്തിനീ ഉറക്കെ സ്തുതിക്കുന്നത്? പയ്യെ പയ്യെ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞാൽ പോരെ? ഇനി അത് മനസ്സിൽ പറഞ്ഞാൽ പോരെ? ചുണ്ടനങ്ങനെ എന്തിനാ? എന്താ പ്രിയരെ, ആരവം കേൾപ്പിക്കും. വേദപുസ്തകത്തിൽ ആരവം, ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കുക. പൗലോസും ശീലാസും കർത്താവിനെ പാടി സ്തുതിച്ചു, ഉച്ചത്തിലാണ്. പത്രോസും യോഹന്നാനും സ്തോത്രം, അവർ കർത്താവിനെ സ്തുതിച്ചു, ആരാധിച്ചു. ഇതെല്ലാം ദൈവദിനമാണ്. മാളിക മൂളിൽ അവർ ദീവള ദൈവത്തെ ശക്തമായി ആരാധിച്ചു. മറ്റുള്ളവർ കേൾക്കാൻ തക്കവണ്ണം. പേടിക്കണ്ട, ആരാധിക്കാൻ പേടിക്കണ്ട. യെരിഹോ കോട്ട തകർന്നത് ആർപ്പിട്ടപ്പോഴാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ പിശാച് എന്തിനാണ് ഈ ഉറക്കെ സ്തുതിക്കുന്നത്, ഉറക്കെ ആരാധിക്കുന്നത്, ശബ്ദം ഉണ്ടാക്കുന്നത്, അന്യഭാഷയിൽ സ്തുതിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ശബ്ദം വേണോ, എന്തിനാണ് ഈ തമ്പേറടിച്ച് ഒരുപാട് ഇൻസ്ട്രുമെന്റുകളോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നത്? അങ്ങനെയൊക്കെ ചിന്ത വരുന്നെങ്കിൽ പിശാച് തരുന്ന ചിന്തയാണ്. മോനെ, നീ അതിനോട് ചേരുക. നീ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. നീ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആർപ്പിടുന്നത് ഒരു ദൈവിക പദ്ധതിയാണ്. ആർപ്പിന്റെ ശബ്ദം കേൾപ്പിച്ചു. ദൈവം കേൾപ്പിക്കുന്ന ശബ്ദമാണ് ആർപ്പിന്റെ ശബ്ദം. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ചിലപ്പോൾ ആർപ്പിടും. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ചിലപ്പോൾ ശബ്ദം കൂടിപ്പോകും. അത് കൂടിപ്പോയി എന്നുള്ളത് പേടിക്കണ്ട. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ചലനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അവയവങ്ങൾ ചലിക്കും. നമ്മൾ ചിലപ്പോൾ ശക്തമായി കൈയടിക്കും. ചിലപ്പോൾ ഒന്ന് ചാടി ദൈവത്തെ സ്തുതിക്കും. അത്യുച്ച ദൈവത്തെ സ്തുതിക്കും. മതിവറം ദൈവത്തെ സ്തുതിക്കും. ഈ ആരവം കേൾക്കുമ്പോഴാണ് പലപ്പോഴും ശത്രുക്കൾ പോകുന്നത്. അതുകൊണ്ട് വെറുതെ ഒച്ചയെടുത്തൊന്ന് വിചാരിച്ച് പിശാച് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആത്മാവിൻ്റെ ശബ്ദം, ആത്മാവിൻ്റെ ആരവം, ദൈവത്തിൻ്റെ ആരവം കേൾക്കുമ്പോഴാണ് ഹല്ലേലൂയ ശത്രുക്കൾ ഓടിപ്പോകുന്നത്. അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടുന്ന ഇസ്രായേൽ രാജാവ് ഹിത്ത് രാജാക്കന്മാരെയും ഇസ്രയേൽ രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമരിയെ അടിമത്തത്തിലാക്കിയിരിക്കുന്ന അരാം സൈന്യം ഇപ്പോൾ പറയുകയാണ്, അവരൊറ്റയ്ക്കല്ല, അവരുടെ കൂടെ മറ്റാരൊക്കെയോ ഉണ്ട്. അതേ പ്രിയരെ, നമ്മളെക്കുറിച്ച് ജീവള ദൈവം മറ്റുള്ളവർക്ക് ബോധ്യം കൊടുക്കും. അവർ ഒറ്റയ്ക്കല്ല. അവരോട് വെറുതെ പോകരുത്, വെറുതെ കളിക്കരുത്. അവർ ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ മറ്റാരൊക്കെയോ ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഈ ചിന്ത കൊടുക്കുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ മക്കളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനുവേണ്ടി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതിനുവേണ്ടി ദൈവം അടയാളങ്ങൾ പ്രവർത്തിക്കും. മകനെ, നിന്നെ സംരക്ഷിക്കാൻ നീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് നീ ചിന്തിക്കുന്നു. പക്ഷെ നീ ഒറ്റയ്ക്കല്ല. നിനക്ക് വേണ്ടി ജീവള ദൈവം ഇറങ്ങി വരും. മകനെ, നിനക്കെതിരായി അനേകർ കേസ് കൊടുത്തിട്ടുണ്ട്. നിന്റെ വസ്തുവിനെതിരായി, നിന്റെ ചർച്ചിനെതിരായി, ചർച്ചിലെ ശബ്ദത്തിനെതിരായി, ശുശ്രൂഷയ്ക്കെതിരായി പലരും, പല രാഷ്ട്രീയ നേതാക്കന്മാരും സഭാ നേതാക്കന്മാരും ഒക്കെ എതിരായി പ്രവർത്തിക്കുന്നുണ്ട്. മോനെ, നീ ഒറ്റയ്ക്കല്ല, നീ തനിച്ചല്ല, നീ ഒറ്റയ്ക്കല്ല എന്നുള്ള സത്യം ഞാൻ അറിയിക്കട്ടെ. ജീവള ദൈവം ആരവം കേൾപ്പിക്കും. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. മകനെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. മകളെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിച്ചവളാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ആരവം കേൾപ്പിക്കും. ആരവം കേൾപ്പിച്ചപ്പോൾ അരാം സൈന്യം വിചാരിച്ചു, അനേക രാജാക്കന്മാരെ കൂട്ടുപിടിച്ച് ഈ ശമരിയയിലെ സൈന്യം മുഴുവൻ ഞങ്ങളുടെ നേരെ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ച് അവരെല്ലാം ഇട്ടിട്ട് ഓടി. അങ്ങനെ ഒന്ന് ശത്രുവിൻ്റെ തോൽവിയാണ്. ക്ഷാമം വരുത്തുന്ന ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ക്ഷാമത്തിൽ നിന്നും കരകയറാനുള്ള ഒന്നാമത്തെ പടി. നിങ്ങൾക്കറിയാമോ, ക്ഷാമം വരുത്തുന്നത് ഒരു പിശാചാണ്. നമുക്ക് ഞെരുക്കം വരുത്തുന്നത് ശത്രുവിൻ്റെ വ്യാപാരമാണ്. പക്ഷേ അത് മാറ്റാൻ ദൈവം തൻ്റെ ശബ്ദം കേൾപ്പിക്കും. ഞാൻ അതിനോട് കണക്ട് ചെയ്തൊന്ന് പറയട്ടെ. ആരാധനയുടെ ശബ്ദം മുഴങ്ങുമ്പോൾ ചില ശത്രുവിൻ്റെ സ്വാധീനങ്ങൾ മാറും. വർഷിപ്പിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ, ദൈവവചനത്തിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ പൈശാചികൻ്റെ ചില സ്വാധീനങ്ങൾ മാറും. മകനെ, നിൻ്റെ ക്ഷാമം മാറും, നിൻ്റെ ഇല്ലായ്മകൾ മാറും, നിൻ്റെ ഏത് മേഖലയിലുള്ളതായ ക്ഷാമങ്ങൾ മാറി. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ പോറ്റി പുലർത്തും. ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിന്നെ തന്നെ എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. ഈ ജീവള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കാമോ? നാം എന്തൊക്കെയാണ് ചിന്തിച്ചത്? 1, എളിമപ്പെടുക. 2, സമർപ്പിക്കുക. 3, ഇറങ്ങി പുറപ്പെടുക. 4, ആരവം ദൈവം കേൾപ്പിക്കുക. ദൈവശബ്ദം കേൾപ്പിക്കാൻ തക്കവണ്ണം നിൽക്കുക. ആരാധനയുടെ ആരവം, ദൈവശബ്ദത്തിൻ്റെ ആരവം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശത്രുവിൻ്റെ വ്യാപാരങ്ങൾ മാറ്റും.
പിന്നീടാണ് ദൈവം ക്ഷേമം നൽകുന്നത്. ഇനി നമുക്ക് ക്ഷേമം നൽകുന്നതിനെക്കുറിച്ചും ചിന്തിക്കാം. ഇന്ന് ഈ വാക്കുകൾ നിർത്തട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകൾ മുഖാന്തരം, ഈ വചനങ്ങൾ മുഖാന്തരം ദൈവം നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.